രാജ്യത്തെ അടിയന്തര രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര മന്ത്രിസഭയുടെ അടിയന്തര യോഗം വിളിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 വിദേശ രാജ്യങ്ങളിലെ പര്യടനം പൂർത്തിയാക്കി മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി യോഗം വിളിച്ചു ചേർക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 4-ന് ഡൽഹിയിലെ സേവാതീർത്ത് ഹാളിൽ വെച്ചാണ് യോഗം. നിലവിലെ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് എല്ലാ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരോടും സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരോടും സംസ്ഥാന ചുമതലയുള്ള മന്ത്രിമാരോടും തലസ്ഥാന നഗരിയിൽ തന്നെ തുടരാൻ കഴിഞ്ഞ ദിവസം സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ആഗോള വിപണിയിൽ എണ്ണവില കുതിക്കുന്നതും ഇന്ധന വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സങ്ങളും വിപണിയിലെ പണപ്പെരുപ്പവും അടക്കം വിഷയങ്ങൾ സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് ചേരുന്ന യോഗത്തിൽ പശ്ചിമേഷ്യൻ യുദ്ധവും അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ ഉണ്ടാക്കാവുന്ന ആഘാതങ്ങളും പ്രധാന അജണ്ടയാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പണപ്പെരുപ്പവും ഇന്ധന വിലക്കയറ്റവും അടക്കം പ്രതിസന്ധികൾ മുന്നിൽ കണ്ട് നേരത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ അമിത്ഷാ, നിർമ്മല സീതാരാമൻ, ഹർദീപ് സിംഗ് പുരി എന്നിവരടങ്ങുന്ന ഒരു ഉന്നതതല പ്രത്യേക മന്ത്രിതല സമിതിക്ക് രൂപം നൽകിയിരുന്നു. നിലവിൽ രാജ്യത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആവശ്യത്തിന് അസംസ്കൃത എണ്ണ LPG ശേഖരമുണ്ടെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര സാഹചര്യം കലുഷിതമായി തുടർന്നാൽ അത് രാജ്യത്തിന് കനത്ത വെല്ലുവിളിയായേക്കുമെന്ന വിലയിരുത്തലിലാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് സാഹചര്യം വിലയിരുത്തുന്നത്. അതേസമയം 3ാം മോദി സർക്കാർ 1ാം വാർഷികം ആഘോഷിക്കുന്ന ജൂൺ 10-ന് മുന്നോടിയായി കേന്ദ്ര മന്ത്രിസഭയിൽ വലിയ അഴിച്ചുപണിയും വിപുലീകരണവും ഉണ്ടായേക്കുമെന്നും വിവരമുണ്ട്. വിവിധ മന്ത്രാലയങ്ങളുടെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന മികവ് വിലയിരുത്തിക്കൊണ്ട് ജൂൺ 2ാം വാരത്തോടെ പുതിയ മന്ത്രിമാരെ ഉൾപ്പെടുത്താനും ചിലരുടെ വകുപ്പുകൾ മാറ്റാനും നീക്കമുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതടക്കം വിഷയങ്ങളും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാവുമെന്നാണ് സൂചന.